സതീശന് അഭിവാദ്യമർപ്പിച്ച കണ്ണൂരിലും ഫ്ലെക്സ് ബോർഡുകൾ. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സിലെ വാചകം. മാടായി കൂട്ടായ്മ എന്ന പേരിൽ പഴയങ്ങാടിയിലെ ബി.വി. റോഡിലാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നേരത്തെ മലപ്പുറത്തും സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ച് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. നിയുക്ത കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്നായിരുന്നു ഫ്ലെക്സിൽ എഴുതിയിരുന്നത്. യു.ഡി.എഫിൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിവാദങ്ങൾക്ക് വഴിവെച്ചതിനിടെയാണ് സതീശന് അഭിവാദ്യമർപ്പിച്ച ഫ്ലെക്സ് ഉയർന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള ബാറിൽ ദേശീയ കബഡി താരത്തിന് കുത്തേറ്റു. ദേശീയ കബഡി താരം അമൽജിത്തിനാണ് കുത്തേറ്റത്. റൂബി ബാറിലെ റൂഫ് ടോപ്പിൽ അമൽജിത്തും സുഹൃത്തും എത്തിയിരുന്നു. മറ്റൊരു ടേബിളിലുള്ള 6 സംഘത്തിലെ ചിലർ ഇവരെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഒരാൾ ബിയർ കുപ്പി കൊണ്ട് അമൽജിത്തിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. ഇതിനിടെ പൊട്ടിയ കുപ്പി ഉപയോഗിച്ച് ഒരാൾ അമൽജിത്തിന്റെ മുതുകിൽ കുത്തി. ഇതേസമയം മറ്റൊരാൾ അമൽജിത്തിനെ ചവിട്ടി വീഴ്ത്തി. മേശയിലടിച്ചുള്ള വീഴ്ചയിൽ അമൽജിത്തിന്റെ നട്ടലിന് പൊട്ടലേറ്റു. പോലീസ് എത്തിയാണ് അമൽജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലശ്ശേരി കൂത്തുപറമ്പ് സ്ഥാനാർത്ഥികളെ സ്ട്രോങ് റൂമിലേക്ക് വിളിപ്പിച്ച റിട്ടേണിംഗ് ഓഫീസർ. സ്ട്രോങ് റൂമുകളിലെ CCTV ഹാർഡ് ഡിസ്ക് മാറ്റണമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചതോടെയാണ് സ്ഥാനാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഹാർഡ് ഡിസ്ക് മാറ്റി സ്ഥാപിച്ചു. ബ്രണ്ണൻ കോളേജിലാണ് 2 മണ്ഡലങ്ങളുടെയും സ്ട്രോങ് റൂം. ഹാർഡ് ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി തീർന്നുവെന്നാണ് റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം. മതിയായ കപ്പാസിറ്റി ഇല്ലാത്ത ഹാർഡ് ഡിസ്ക് ആണോ വെച്ചതെന്ന് UDF ആരോപിച്ചു. പാറമേക്കാവിനായി നിർമ്മിച്ച വെടിക്കോപ്പുകളും നിർവീര്യമാക്കാനൊരുങ്ങുന്നു. തിരുവമ്പാടി ദേവസ്വത്തിന്റെ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കോപ്പ് നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പാലക്കാട് മുതലമട വെള്ളാരംകടവിലാണ് പാറമേക്കാവിന്റെ വെടിക്കോപ്പ് നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഇവിടുത്തെ വെടിക്കോപ്പുകൾ പോലീസിന്റെ ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘങ്ങളുടെ നിരീക്ഷണത്തിൽ നിർവീര്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ആന്റി സ്നേക്ക് വനമുള്ള ആശുപത്രികൾക്കായി ഇനി അലയേണ്ട. പാമ്പുകടിയേറ്റാൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റി സ്നേക്ക് വനമുള്ള ആശുപത്രികൾ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കനിവ് 108 ആംബുലൻസിലുള്ള പരിചയസമ്പന്നരായ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ വഴി പ്രഥമ ശുശ്രൂഷയും നിരീക്ഷണവും ഉറപ്പാക്കാനാകും. പാമ്പുകടിയേറ്റാൽ സംയോജിതമായ പ്രഥമ ശുശ്രൂഷയും വിദഗ്ധ ചികിത്സയും നൽകിയാൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നതാണ്.